നമസ്കാരം, ഷെയർ തിരുവല്ലയാണ്. ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു 500 പേരുടെ ബിരിയാണി സെറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കുന്ന ഒന്നും വീഡിയോയ്ക്കകത്തില്ല. മസാലയൊക്കെ ഉണ്ടാക്കി നമ്മൾ 2 ചെമ്പിൻ്റെ അകത്ത് ആക്കി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ റൈസ് വാട്ടി കോരിയിട്ട് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇനി ഞാൻ കാണിക്കുന്നത്. അപ്പോൾ മസാലയൊക്കെ ഉണ്ടാക്കുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് റൈസ് കോരുന്ന സമയത്താണ് നമ്മൾ വീഡിയോ എടുത്തത്. 500 പേരുടെ ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ നമ്മൾ മസാല ഒരു ചെമ്പിൻ്റെ അകത്തിട്ട് സെറ്റ് ചെയ്ത് അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് തട്ടി അതെല്ലാം ഇളക്കി നല്ല മിക്സാക്കി 2 ചെമ്പിനകത്ത് പകർത്തി അതിന് ശേഷമാണ് അതിലേക്ക് നമ്മൾ റൈസ് വാട്ടി കോരിയിടുന്നത്. ആ ഒരു സമയത്ത് തന്നെ റൈസ് കോരിയിടുന്ന സമയത്ത് തന്നെ അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, അതുപോലെ തന്നെ സവോള വറുത്തത്, മല്ലിയില, പുതിനയില, അതുപോലെ തന്നെ പൈനാപ്പിൾ എല്ലാം ചേർത്ത് നമ്മൾ ഓരോ റൈസ് കോരി കണ്ണാപ്പയ്ക്ക് കോരി ഇടുന്നതനുസരിച്ച് നമ്മൾ ഓരോ തട്ടായിട്ട് ഈ ഐറ്റങ്ങളെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പാല്, ആ ഒരു റൈസിലേക്ക് പാല് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പനിനീര്, അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഡാൽഡയും അതുപോലെ തന്നെ നെയ്യും നമ്മൾ ചേർത്തതിന് ശേഷം നമ്മൾ ഈ ചെമ്പിൽ ചുറ്റും മൈദ ഒട്ടിച്ചതിന് ശേഷം അടപ്പ് വെച്ച് ദം ചെയ്ത് അതിലേക്ക് നമ്മൾ ആ അടപ്പിൻ്റെ മുകളിലും അതുപോലെ തന്നെ ഈ ഒരു ചെമ്പിൻ്റെ അടിയിലും നമ്മൾ അടുപ്പിൽ നിന്ന് നമ്മൾ കനലിട്ട് കൊടുക്കും. അത്രയും ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ബിരിയാണി സെറ്റാകുന്നത്. ഇപ്പം നമ്മൾ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. റൈസ് നമ്മൾ കണ്ണാപ്പയ്ക്ക് കോരി നേരെ ആ ചെമ്പിലേക്ക് തട്ടി കൊടുക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ ഓരോരോ ഐറ്റങ്ങൾ അതിലേക്ക് ഓരോ തട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അടുത്തൊരു വീഡിയോയിൽ ഫുള്ളായിട്ട് നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യുന്നത് ഉറപ്പായിട്ടും ഞാൻ എടുക്കുന്നതായിരിക്കും. മസാലയൊക്കെ സെറ്റ് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓരോ സ്ഥലങ്ങളിലും പല രീതികളിലാണ് ബിരിയാണി സെറ്റ് ചെയ്യുന്നത്. വെള്ളം പറ്റിച്ചെടുക്കുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം വാട്ടിക്കോരിയാണ് നേരെ നമ്മൾ ചെമ്പിലോട്ടിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം റൈസ് എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ആ ചെമ്പിൻ്റെ ചുറ്റും മൈദ ഒട്ടിച്ചിട്ട് നമ്മൾ അടപ്പ് വെച്ച് അടയ്ക്കുകയാണ്. അടച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് എന്തെങ്കിലും നമുക്ക് വെയിറ്റോ കാര്യങ്ങളോ അടപ്പിൻ്റെ മുകളിൽ വെക്കാം. അതിന് ശേഷം നമ്മൾ അതിനകത്ത് അടുപ്പിൽ നിന്നും കനൽ വാരിയിട്ട് അത് അടപ്പിൻ്റെ മുകളിലും അതുപോലെ തന്നെ ഈ ഒരു ചെമ്പിൻ്റെ അടിയിലും കനൽ വാരിയിടും. ആ ഒരു ഇതിലാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.